Hi students, next topic, important terms in consignment. First one, performa invoice. Since the goods sent on consignment cannot be treated as sales, the consignor does not prepare proper invoice. അപ്പം നമ്മൾ കൺസൈൻമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊഡ്യൂസർ ഏജൻറ്റിന് ഗുഡ്സ്, അതായത് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതവിടെ സെയിലല്ല അല്ലേ, അതുകൊണ്ട് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫൈനൽ ബില്ല് കൊടുക്കാൻ പറ്റില്ല. സോ ദ കൺസൈനർ പ്രിപ്പയർ എ പെർഫോമ ഇൻവോയ്സ് ആൻഡ് സെൻഡ് ടു ദ കൺസൈനി എലോങ് വിത്ത് ദ ഗുഡ്സ് ഡെസ്പാച്ച്. അപ്പോൾ ഒരു പെർഫോമ ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ്, വൗച്ചർ തയ്യാറാക്കി, ഇൻവോയ്സ് തയ്യാറാക്കി എന്ത് ചെയ്യുന്നുണ്ട്, കൺസൈനിക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഗുഡ്സ് കൺസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത്, കൊടുത്തയക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വയ്ക്കുന്ന ഒരു ഇൻവോയ്സാണ് ഈ പറയുന്ന പെർഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് പ്രിപ്പയർഡ് വിത്ത് എ വ്യൂ ടു ഇൻഫോം ദ കൺസൈനി അബൌട്ട് ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇവിടെ കൺസൈനിക്ക് ഗുഡ്സിൻ്റെ പ്രൈസിനെ കുറിച്ചും എക്സ്പെൻസസ് ഇൻകേർഡ്, എന്തെല്ലാം ചിലവുകൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇത് എങ്ങനെ നമ്മളൊരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മോഡ് ഏത് രീതിയിലാണ് എന്നും, അതേപോലെ മിനിമം സെല്ലിംഗ് പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ആർ ടു ബി സോൾഡ്, നമ്മൾ ഏറ്റവും കുറഞ്ഞത് എത്ര രൂപയ്ക്ക് ആ ഗുഡ്സ് വിൽക്കാം എന്നും, ഇതൊക്കെയാണ് ഏതിൽ പറയുന്നത്, ഈ പറയുന്ന പെർഫോമ ഇൻവോയ്സിൽ പറയുന്നത്. എ സ്പെസിമെൻ ഓഫ് പെർഫോമ ഇൻവോയ്സ് ഈസ് ഗിവൺ. അപ്പോൾ നമുക്ക് പെർഫോമ ഇൻവോയ്സിൽ എത്ര രൂപ വരെ മിനിമം മിനിമം എത്ര രൂപ വരെ നമുക്ക് സെയിൽ ചെയ്യാം എന്ന കാര്യങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ട്. എത്ര രൂപയാണ് സെല്ലിംഗ് പ്രൈസ്, മാക്സിമം നമുക്ക് എത്ര രൂപ വരെ വിൽക്കാം, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാർബർ ട്രേഡേഴ്സിൻ്റെ പെർഫോമ ഇൻവോയ്സ് ആണ്. അപ്പം അതിൽ ഗുഡ്സ് എഴുതിയിട്ടുണ്ടാവും 500 ബുഷ് റേഡിയോ സെറ്റ്സ് അറ്റ് ₹600. അപ്പോൾ പ്രൊഡക്റ്റ് 500 എണ്ണാണ്, അതിന് റുപ്പീസ് അവിടെ വരില്ല കേട്ടോ. ഏറ്റവും മുകളിൽ വെറും 500 ഉണ്ടാവുള്ളൂ. 500 ബുഷ് റേഡിയോ അറ്റ് 600 ഈച്ച് കൊടുക്കുമ്പോൾ 500 × 600. ദെൻ ചാർജസ് എന്ന് പറഞ്ഞിട്ട് പാക്കിംഗ് ചാർജ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള എക്സ്പെൻസുകൾ കുറയ്ക്കുക. അപ്പോൾ അതാണ് ബാക്കി വരുന്നതാണ് ടോട്ടൽ എമൗണ്ട് പറയുന്നത്. കുറയ്ക്കില്ല, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചിലവുകൾ വന്നിട്ടുണ്ട് വെച്ചാൽ അതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് പെർഫോമ ഇൻവോയ്സ് കൊടുത്തയക്കുക. അതായത് നമ്മൾ ഗുഡ്സ് കൺസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പാക്കിംഗ് ചാർജ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ് ഒക്കെ വരില്ലേ, അതൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടണം. എന്നിട്ട് ഒരു ഇൻവോയ്സ് ബില്ല് എഴുതിയിട്ട് കൊടുക്കും ഗുഡ്സിൻ്റെ കൂടെ. ഇനി വേറൊരു ടൈം വരുന്നത് അക്കൗണ്ട് സെയിലാണ്. ഇനി കൺസൈനി എന്ന് പറയുന്നത് ഏജൻ്റാന്ന് പറഞ്ഞു അല്ലേ, അയാളാണ് ഗുഡ്സ് വിൽക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ ആൻഡ് ഹി ഹാസ് ടു ഫർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ സെയിൽ ഓഫ് പ്രൊസീഡ്സ്. അപ്പം വിൽക്കുന്ന ആൾ, അതായത് നമ്മുടെ ഏജൻറ്റിന് ഈ പറയുന്ന കൺസൈനർക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് സെയിൽ പ്രൊസീഡ്, എത്ര രൂപയ്ക്ക് ഗുഡ്സ് വിറ്റു, എത്ര എക്സ്പെൻസ് വന്നു, എത്ര കമ്മീഷനാണ് എന്ന കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും അതിൽ അദ്ദേഹം ആർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം, കൺസൈനർക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത് അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത്. ഹി ഫർണിഷ് ഓൾ ദീസ് ഡീറ്റെയിൽസ് ബൈ മീൻസ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് അക്കൗണ്ട് സെയിൽ. ദിസ് ഷോസ് ദ ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്ക്രിപ്ഷനൊക്കെ ഇതിൽ പറയുന്നുണ്ട്. സെയിൽ പ്രൊസീഡ്സ് എത്രയാണ്, അതേപോലെ എത്ര എക്സ്പെൻസ് വന്നു, കൺസൈനിക്ക് കമ്മീഷൻ എത്ര കൊടുക്കാനുണ്ട്, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. ഇനി അതിൽ കൺസൈനിക്ക് കിട്ടേണ്ട എക്സ്പെൻസൊക്കെ കൺസൈനി എന്ത് ചെയ്യും, മൈനസ് ചെയ്യും കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട്. അതേപോലെ കമ്മീഷൻ കിട്ടാനുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യും. ദ റെമിറ്റൻസ് മെയ്ഡ് ഇൻ അഡ്വാൻസ് ഇഫ് എനി ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. അതേപോലെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഏജൻറ്റ്, ഈ പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ അടുത്തുനിന്ന് ഏജൻറ്റുമാർ ഇതിന് ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് അവർക്കൊരു അഡ്വാൻസ് എമൗണ്ട് കൊടുക്കും. പിന്നെ ബാക്കി പൈസ ഫുള്ള് വിറ്റതിന് ശേഷമായിരിക്കും. അങ്ങനെ അഡ്വാൻസ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യണം ടോട്ടൽ സെയിൽസിൽ നിന്ന്.
എന്നിട്ട് ബാക്കിയാണ് ഇതെല്ലാം കുറച്ചിട്ട് ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. സോ അങ്ങനെ നമ്മൾ ഒരു ബാക്കി കൊടുക്കാനുള്ളതിന് ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കും. അങ്ങനെ ബാലൻസ് എമൗണ്ട് സെറ്റിൽ ചെയ്യും എന്നർത്ഥം. സോ ഇതാണ് നമ്മുടെ അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്. സോ ഇത് കൺസൈനി പ്രിപ്പയർ ചെയ്യുന്നതാണ്, കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അതിലൊരു പ്രോബ്ലമാണ് January 1st, 2018 ബാബർ ട്രേഡേഴ്സ് ഇൻ മുംബൈ കൺസൈൻ 500 ബുഷ് റേഡിയോ ആസ് ഓൺ ഹരി എൻ്റർപ്രൈസ്. 500 ബുഷ് റേഡിയോ കൊടുത്തയച്ചു. അതിൻ്റെ ഒരെണ്ണത്തിന് 750 രൂപയാണ് വില. പിന്നെ കൺസൈൻമെൻറ്റ് കിട്ടിയ സമയത്ത് ഹരികൃഷ്ണ എൻ്റർപ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അഡ്വാൻസ് കൺസൈൻമെൻറ്റ് കിട്ടിയപ്പോൾ 25,000 രൂപ അഡ്വാൻസ് കൊടുത്തു. പിന്നെ അതുകൂടാതെ ഹരികൃഷ്ണന് കുറേ എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു. 1,500 ഫ്രൈറ്റ്, 2,000 ഒക്ട്രോയ്, 2,500 ഗോഡൺ, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 850 രൂപയ്ക്ക് ഈ സെറ്റ്സൊക്കെ വിറ്റു എന്ന് പറയുന്നുണ്ട്, സെയിൽ ചെയ്തു. അവന് 10% കമ്മീഷൻ ആർക്ക് കിട്ടി, ഈ പറയുന്ന ഏജൻറ്റിന് കിട്ടി. സോ നമ്മളത് ഇങ്ങനെ ഇതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഏജൻറ്റ് അല്ലെങ്കിൽ കൺസൈനി പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ്. അതിൽ സെയിൽ ചെയ്തു കിട്ടുന്ന ക്യാഷും എത്രയാണെന്ന് കാണിക്കണം. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം എക്സ്പെൻസ് വന്നുവെച്ചാൽ അത് കുറയ്ക്കണം. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 500 യൂണിറ്റ് 850 രൂപയ്ക്ക് സെയിൽ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 500 × 850 ആണ് അവിടെ സെയിൽ വന്നിട്ടുള്ളത്, സെല്ലിങ് എക്സ്പെൻസ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചിലവ് വന്നിട്ടുണ്ട് കൺസൈനിക്ക്, അതൊക്കെ കൺസൈനിക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഇനി അതുകൂടാതെ കമ്മീഷൻ 10% പണ്ട് കുറച്ച് കിട്ടുന്നത് കമ്മീഷനും കുറയ്ക്കുക. അതേപോലെ ബാങ്ക് ഡ്രാഫ്റ്റ് 25,000 കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു മുന്നേ, അതും കുറയ്ക്കുക. അപ്പം ബാക്കി എമൗണ്ടാണ് ആർക്ക് കൊടുക്കാനുള്ളത്, ഈ പറയുന്ന ഹരികൃഷ്ണന് ഏജൻസീസ് ബാർബർ ട്രേഡേഴ്സിന് കൊടുക്കാനുള്ളത്. സോ കൊടുക്കാനുള്ള എമൗണ്ട് 3,51,500. ഇങ്ങനെ നമ്മൾ ആ കൊടുക്കാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്നതാണ്. കമ്മീഷനൊക്കെ കുറച്ച് ഇനി കൊടുക്കാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്നതാണ് ഇവിടെ അക്കൗണ്ട് സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതാണ് അക്കൗണ്ട് സെയിൽ. ഒന്നുമില്ല, നമുക്ക് ഇൻകം എന്താണ്, സെയിൽസ് ആണ്, അത് എഴുതുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ കുറയ്ക്കുക, കമ്മീഷൻ കുറയ്ക്കുക, അഡ്വാൻസ് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കുക. ബാലൻസ് എമൗണ്ടാണ് ഇവിടെ വരിക. ഇനി കമ്മീഷൻ 2 തരത്തിലുണ്ട്, പലതരത്തിലുണ്ട്. കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സർവീസസ് റെൻറ്റഡ് ബൈ ദ കൺസൈനി എന്തെല്ലാം സർവീസസ് ആണ് കൺസൈനർക്ക് വേണ്ടി ചെയ്യുന്നത്, അതിന് പകരമായിട്ട് കൺസൈനർ പ്രൊവൈഡ് ചെയ്യുന്ന റെമ്യൂണേഷൻ പെയ്ഡ് ടു ദ കൺസൈനി ബൈ ദ കൺസൈനർ ഓൺ കൺസിഡറേഷൻ ഓഫ് ദ സർവീസസ് റെൻറ്റഡ് ബൈ ഹിം. അദ്ദേഹം ചെയ്ത സർവീസിന് വേണ്ടി കൺസൈനിക്ക് നൽകുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. കമ്മീഷൻ 2-3 തരത്തിൽ വരുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 2 മെയിനായിട്ട്. ഫസ്റ്റ് കാറ്റഗറി ഓർഡിനറി കമ്മീഷനാണ്. ഇതൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ട് 10%, 5% അങ്ങനെയാണ് ഈ കമ്മീഷൻ കൊടുക്കുക സെയിൽ ചെയ്തതിന് ബദലായിട്ട്. ഇനി കൺസൈനി ഇതിന് റെസ്പോൺസിബിൾ അല്ല. ബാഡ് ഡെപ്റ്റ് വന്നാൽ ഇങ്ങനെ അതിലൊന്നും ആർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, കൺസൈനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അടുത്ത് സ്പെഷ്യൽ കമ്മീഷനാണ്. സ്പെഷ്യൽ കമ്മീഷൻ 2-3 തരത്തിലുണ്ട്. ഓവർ റൈഡിങ് കമ്മീഷൻ, ഡെൽക്രെഡർ കമ്മീഷൻ. ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കമ്മീഷനാണ് കൊടുക്കുന്നത്. നോർമൽ കമ്മീഷനൊക്കെ കൂടുതൽ ആർക്ക് കൊടുക്കുകയാണ്, ഈ പറയുന്ന സ്റ്റാഫിന് കൊടുക്കുകയാണ്. പറയുന്ന സ്റ്റാഫിന് നമ്മൾ കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പിൽ ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് മൂലം നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നതാണ് ഈ ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പ്രൈസ് കൺസൈനർ ഫിക്സ് ചെയ്തു, അങ്ങനെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്, പോസിറ്റീവായിട്ട് ബെനിഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കുന്നതാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഡെൽക്രെഡർ കമ്മീഷനാണ് അടുത്തത്. Usually all the losses are borne by the consignor. Sometimes the consignor except consignee should also be responsible for recovering the debt.
അപ്പോൾ ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ കൺസൈനറാണ് റെസ്പോൺസിബിൾ ആവുക എന്ന് പറഞ്ഞു അല്ലേ. എന്തെല്ലാം ഡെപ്റ്റ് ഉണ്ടെങ്കിൽ കൺസൈനറാണ് റെസ്പോൺസിബിൾ ആവുക. ഇഫ് എനി ഇൻ അതർ അങ്ങനെ നമുക്ക് ആ ഒരു എക്സ്ട്രാ സർവീസ് ചെയ്യുന്നതിന് നൽകുന്ന കമ്മീഷൻ ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറയാം. ടോട്ടൽ സെയിൽസിൻ്റെ മുകളിലാണ് അത് കാണാറ് കമ്മീഷൻ. ഒക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.